സാർ, ഇവിടെ അഖിൽ പറഞ്ഞത് ഈ നിലയിൽ എന്താ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളെക്കുറിച്ചും സംരക്ഷിത സമയത്താണ് ഞാൻ ചോദിക്കുന്നത്. ഈ 100 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്നുള്ളത് ഇപ്പോൾ 300ആയി ഉയർത്തിയിട്ടുണ്ട്. അതായത് ഏത് സമയവും അടച്ചുപൂട്ടാവുന്ന നിലയിലേക്ക് അത് മാറുന്നു. ഇതിലെവിടെയാണ് തൊഴിലാളിക്ക് അനുകൂലമായ നിയമം എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഈ അടിസ്ഥാന ശമ്പളവുമായി ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ വളരെ മോഹന വാഗ്ദാനം എന്ന് തോന്നുന്ന ഒന്നാണ്. അപ്പോൾ അഖിൽ എന്നെ ഉദാഹരിക്കുന്നു, ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്തുണ്ടായിരുന്ന വേതനമാണോ ഇപ്പോഴും ഉള്ളതെന്നോ? ഒരിക്കലും അത് അങ്ങനെയല്ല. കാരണം ഞാനൊരു കരാർ തൊഴിലാളിയായല്ല ഈ സ്ഥാപനം എന്നെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വ്യവസ്ഥ എന്താണ്? കരാർ തൊഴിലാളികളെ കൂടുതലായി നിയമിക്കാൻ ബാധ്യസ്ഥപ്പെടുത്തും. ഫിക്സഡ് ടേം എംപ്ലോയി എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ തന്നെ ഇതിലുണ്ട്. അഖിൽ അത് അഡ്രസ് ചെയ്യുന്നതേ ഇല്ല. പറയൂ സാർ, പറയൂ. സമയം പരിശോധിച്ചതിന് ശേഷമാണ് കൈരളിയുടെ മാനേജ്മെന്റ് അങ്ങേക്ക് സ്ഥിരമായി ഇവിടെ വേണമോ, അതിനാണ് ഇന്റേൺഷിപ്പ്. പറയൂ സാർ, പറയൂ. അഖിൽ, ഒരു മിനിറ്റ് ഞാൻ വരാം. നോക്കൂ, ഇവിടെ നടക്കുന്ന ചർച്ചയിൽ നമ്മൾ വ്യക്തിപരമായി ഒരാളുടെ തൊഴിലവസരങ്ങളും അയാൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റും സാലറിയും ജോലി ചെയ്യുന്ന സ്ഥാപനമൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് ആക്കി എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നത് ചർച്ച ഒരിടത്തും എത്തില്ല. അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഇന്ത്യയിലെ 50 കോടി ജനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ കോഡ് ഓൺ വേജസ്, നമ്മുടെ ഈ വേതനത്തെക്കുറിച്ചുള്ള കോഡിൽ ഏറ്റവും ഗുരുതരമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഇതിനെ ആദ്യം ഇത് ചർച്ചയ്ക്ക് വന്ന 2019 കോഡ് ഓൺ വേജസ് ചർച്ചയ്ക്ക് വന്നപ്പോൾ BMS-ഉം INTUC ഉൾപ്പെടെയുള്ള സംഘടനകൾ എതിർത്തതാണ്. INTUC ശക്തമായി എതിർത്തതാണ്. അതിലെന്താണ് സംഭവിച്ചിരുന്നത്? വർക്കർ എംപ്ലോയർ എന്ന് പറഞ്ഞ് പരസ്പരം ഇതിനെ വേർതിരിക്കാതെ രണ്ടിനെയും ഒന്നാക്കി എടുത്തിട്ട് 18,000 രൂപ മാസശമ്പളത്തിൽ കൂടുതൽ ഉള്ള ആളുകളെ വർക്കറായി പരിഗണിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ലേബർ കോഡിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായ സംരക്ഷണം ഉണ്ടെങ്കിൽ 18,000 രൂപ മാസശമ്പളത്തിന് മുകളിലുള്ളവർ അതിലേക്ക് വരുന്നില്ല എന്നർത്ഥം. അവിടെ വളരെ ഒരിക്കലും ഇന്നത്തെ നിലയിൽ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും ഗുരുതരമായ മറ്റൊരു വീഴ്ച എന്ന് പറയുന്നത് ഇന്ന് നിലവിലിരിക്കുന്ന നമ്മുടെ INTUC-യുടെ അദ്ദേഹത്തിനും ഡോക്ടർ സമ്പത്ത് MPക്കും എല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ്. നോക്കൂ, നമ്മുടെ PF എന്ന് പറയുന്നത്, പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്, എംപ്ലോയീസ് കോൺട്രിബ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ മൊത്തം ശമ്പളത്തിൻ്റെ 12% തൊഴിലാളി പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് അടയ്ക്കുമ്പോൾ ആ സ്ഥാപനവും 12% പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് അടയ്ക്കണം. അതാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമം. ഇതിനെ 2% കുറച്ചു, 10%ആക്കി. 10% അടച്ചാൽ മതി ഇനി. അതായത് കോസ്റ്റ് ടു എംപ്ലോയർ കുറച്ചിരിക്കുകയാണ്. ഇതാർക്ക് വേണ്ടിയാണ്? തൊഴിലാളിക്ക് വേണ്ടിയാണോ? തൊഴിലാളിക്ക് ഒന്നാമത്തെ കാര്യം, സ്ഥിരമായ തൊഴിലവസരങ്ങളില്ല. അതിന് ഉണ്ടാവാനും പോകില്ല. അഗ്നിവീർ പോലെയാണ് ഇനി എല്ലാ തൊഴിലവസരങ്ങളും. രണ്ടാമത്, അയാൾ പെൻഷനായി അയാൾ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു തുക പിന്നെയുള്ള ജീവിതത്തിന്, ശിഷ്ടജീവിതത്തിന് കിട്ടുന്നത് അതുമില്ലാതായി. ഇനി എങ്ങനെയാണ് ഈ 12% വരുന്നത്? ബേസിക് പ്ലേ പ്ലസ് ഡിയർനസ് അലവൻസ്, അതാണ് ശമ്പളത്തിന് നിർവഹിച്ചിരിക്കുന്നത്. അയാളുടെ HRA, അയാളുടെ വീട്ട് അലവൻസ്, ഹെൽത്ത് മെഡിക്കൽ അലവൻസ്, മറ്റ് അയാൾക്ക് കിട്ടുന്ന സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് പോലെയുള്ള നഗരങ്ങളിലുള്ള ഇതൊന്നും ഈ ശമ്പളത്തിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയർ ഇടേണ്ട 10%-മായി 12-ൽ നിന്ന് കുറച്ചത് മാത്രമല്ല, ആ തുക തന്നെ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതെല്ലാം വളരെ ഗൗരവമായ കാര്യങ്ങളാണ്. മറ്റൊന്ന്, തൊഴിലാളികളുടെ ജനാധിപത്യമായ അവകാശം, അത് കോളേജ് അധ്യാപകരായാലും IAS ഉദ്യോഗസ്ഥരായാലും പിയൂൺ ജോലി ആരായാലും ജനാധിപത്യപരമായ അവകാശങ്ങൾ വളരെ പ്രധാനമാണ്. നിങ്ങൾക്കൊരു സ്ട്രൈക്കിന് ഒരു തൊഴിലാളിയെ ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പിറ്റേ ദിവസം തൊഴിലാളികൾക്ക് സമരം ചെയ്യാൻ പറ്റില്ല. ഇനി 64 ദിവസം അവർ നോക്കിയിരിക്കണം. 64 ദിവസം 2 മാസത്തേക്ക് മുമ്പേ നോട്ടീസ് കൊടുക്കണം. 2 മാസം കഴിയുമ്പോൾ ഈ പിരിച്ചുവിട്ട തൊഴിലാളിയുടെ പോവും. ഇപ്പം നിലവിലിരിക്കുന്ന നിയമം 14 ദിവസമാണ്. എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ ചർച്ച നടക്കുകയാണെങ്കിൽ ചർച്ച നടക്കുന്ന സമയം ഇപ്പം നിലവിലിരിക്കുന്ന നിയമം 7 ദിവസം കൺസിലേറ്ററി പീരീഡ് സമരം പാടില്ല. ആ കൺസിലേറ്ററി പീരീഡിനെ പറ്റി ഏകദേശം നിശബ്ദമാണ്. ഈ ചർച്ച നടക്കുന്നു എന്ന് പറയുന്ന പീരീഡിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള സമരങ്ങളും പാടില്ല. ഇത്തരത്തിൽ നിയമത്തിൻ്റെ ഏത് വശമെടുത്ത് പരിശോധിച്ചാലും അത് തൊഴിലാളികൾ നൂറ്റാണ്ടുകളായി സമരം ചെയ്ത് നേടിയെടുത്ത എല്ലാ നിയമങ്ങളും 29, നേരത്തെ ഡോക്ടർ സമ്പത്ത് MP ഇവിടെ പറഞ്ഞതുപോലെ 29 നിയമങ്ങളെ ക്രോഡീകരിച്ചിട്ട് 4 എണ്ണമാക്കി അത് 222 പേജിൽ ക്രോഡീകരിച്ചിട്ട് ഇതാണ് ഇനി മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ പ്രവർത്തിക്കുമ്പോൾ നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഇതുവരെ കറണ്ട് ഉപയോഗിച്ച് 10 തൊഴിലാളികളും കറണ്ടില്ലാതെ
20 തൊഴിലാളികളും ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും ഫാക്ടറി ആക്ടിനകത്ത് വരും. നമ്മളുടെ മൈക്രോ ഇൻഡസ്ട്രീസ് MSME എന്ന് പറയുന്ന ആ സമുച്ചയത്തിനകത്ത് 98% മൈക്രോ ഇൻഡസ്ട്രീസാണ്. 4-5 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഇനി മുതൽ കറണ്ട് ഉപയോഗിക്കാതെ 40 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനം മാത്രമേ ഫാക്ടറി ആക്റ്റായിട്ട് നിർവചിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ അത് 39 തൊഴിലാളികൾ ജോലി ചെയ്താൽ അവർക്ക് ഈ തൊഴിൽ സംബന്ധമായ ഒരു സുരക്ഷയും കിട്ടില്ല. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് 10 തൊഴിലാളികളോ അതിൽ കൂടുതലോ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിയമപരമായ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്റ്റും ഒക്കെ അനുസരിച്ചുള്ള സുരക്ഷിതത്വം കിട്ടുമായിരുന്നു. ഇനി അത് 20 തൊഴിലാളികളായി വർദ്ധിപ്പിച്ചു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വർധന ഉണ്ടാക്കിയത്? നോക്കൂ, മൈഗ്രൻ്റ് ലേബറേഴ്സിൻ്റെ കാര്യം എടുത്താൽ 50 മൈഗ്രൻ്റ് ലേബറേഴ്സിനെ ബീഹാറിൽ നിന്നോ ഛത്തീസ്ഗഡിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഇവിടെ കൊണ്ടുവന്ന് ഏത് ഹീനമായ സാഹചര്യത്തിലും താമസിപ്പിച്ച് ജോലി ചെയ്ത് ആ കോൺട്രാക്ടർ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഭൂരിഭാഗവും കൈക്കലാക്കിയാലും അയാൾക്ക് ആരോടും ഒരു കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. ഇപ്പോൾ നിലവിൽ 10 50 തൊഴിലാളി വരെ ആവാം. അതായത് ലേബർ ക്യാമ്പുകൾ ഇങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും കുന്നുകൂടും. ഇത്തരത്തിലുള്ള ഒരു ഏത് ഡയമെൻഷനിൽ നിന്ന് നോക്കിയാലും വളരെ രൂക്ഷമായ ഈ തൊഴിലാളികൾ നൂറ്റാണ്ടുകളായി നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും 222 പേജുകളിലായി ചുരുക്കി ഇല്ലാതെയാക്കി. അവർക്ക് ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ല. ഇനി ഒരു സ്ഥാപനം ഏതെങ്കിലും തരത്തിൽ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, PF കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നില്ല എന്ന് വന്നാൽ PFൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ആ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസേഴ്സ് ഉണ്ട്. അവർക്ക് അവിടെ എംപ്ലോയ്മെൻറ്റിൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ഇൻസ്പെക്ടേഴ്സിന് പോയി പരിശോധിക്കാം. ഇനി അത് പറ്റില്ല. ഇപ്പോൾ ആ പേര് മാറ്റിയിട്ട് പറഞ്ഞ ഇൻസ്പെക്ടേഴ്സ് കം ഫെസിലിറ്റേറ്റർ. ആരുടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആൾ? തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി നിയമിച്ചിരിക്കുന്ന ഇൻസ്പെക്ടേഴ്സിനെ റീനെയിം ചെയ്തിട്ട് അതിനെ ആക്കി വച്ചിരിക്കുന്ന പേര് ഫെസിലിറ്റേറ്റർ ഓഫ് ക്യാപിറ്റൽ. നിങ്ങൾ മൂലധനത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യൂ. ഇനി നിങ്ങൾ തൊഴിലാളികളെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട. ഇനി അങ്ങനെ ഒരു നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് ഈ ഇൻസ്പെക്ടർക്ക് പോലീസിൻ്റെ സഹായം വേണമെങ്കിൽ തേടി ആ സ്ഥാപനത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിൽ എൻട്രി ചെയ്യാം. ഇനി അത് പറ്റില്ല. ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. Yes.